കുറച്ച് നാളായി ഹെവി ലിഫ്റ്റിംഗ് ചെയ്തിട്ട്. ഇന്ന് PR നോക്കാൻ വന്നതല്ല, ബോഡി ഇപ്പോഴും എവിടെയാണെന്ന് ചെക്ക് ചെയ്യാനാണ്. ജസ്റ്റ് ട്രൈ. 80 kg മുതൽ സ്റ്റാർട്ട് ചെയ്തു. സ്ലോ പ്രോഗ്രഷൻ, പ്രോഗ്രസീവ് ഓവർലോഡ്, അങ്ങനെ തന്നെയാണ് സ്ട്രെങ്ത് ബിൽഡ് ചെയ്തത്. ഓരോ ആഴ്ചയിലും കുറച്ച് വെയിറ്റ് കൂട്ടി ഈഗോ ലിഫ്റ്റൊന്നുമില്ലാതെ ക്ലീൻ ഫോമിൽ മാക്സിമം ചെയ്യാൻ നോക്കുക. ഇന്നിപ്പോൾ എത്ര ചെയ്താലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. ബോഡി കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ സെക്ഷൻ. സ്ട്രെങ്ത് ഒരു ദിവസം കൊണ്ട് വന്നതല്ല, റിപ്പീറ്റഡ് എഫേർട്ട്, റിക്കവറി, ഡിസിപ്ലിൻ, അതാണ് റിയൽ പ്രോഗ്രസ്. ലോങ് ബ്രേക്ക് കഴിഞ്ഞിട്ട് മൂവ്മെൻറ്റ് ഫീഡ് നല്ലതാണ്. മസിൽ മെമ്മറി നെവർ ലൈസ്. ശരിക്കും PR ബ്രേക്ക് ചെയ്യുന്നതിനേക്കാൾ ടെക്നിക്കും കൺട്രോളുമാണ് ഞാൻ എപ്പോഴും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പ്രോഗ്രസീവ് ഓവർലോഡ് സിമ്പിളാണ്, പക്ഷേ അത് എഫക്റ്റീവാണ്. കാരണം ഇന്നലേക്കാൾ ഇന്ന് ഞാൻ അല്പം ബെറ്ററായെന്ന് എനിക്ക് തോന്നുന്നു. വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ ടെക്നിക്കിനും സ്ട്രെങ്തിനും വലിയ വ്യത്യാസമുണ്ട്. സ്ട്രെങ്ത് മാത്രമുണ്ടെങ്കിൽ ലിഫ്റ്റ് ക്ലീൻ ആകണമെന്നില്ല. ടെക്നിക്ക് ഇല്ലെങ്കിൽ പവർ ശരിയായി പുറത്തു വരണമെന്നുമില്ല. ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അതാണ്. ഒരിക്കലും എൻ്റെ സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. കൺട്രോളും മൂവ്മെൻറ്റ് ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പ്രോഗ്രസീവ് ഓവർലോഡ് കൊണ്ട് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാം, പക്ഷേ അത് ലോങ് ടൈം പ്രോഗ്രസ് വരാൻ ടെക്നിക് ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ക്ലിപ്പിൽ നിങ്ങൾക്കത് മനസ്സിലാവും അതെന്താണ് ഞാൻ പറയാനുള്ള കാരണമെന്ന്. വൺ 140 kg ടോപ്പ് സെറ്റ് പോകാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ജിംബ്രോ കൂടെ കൂടിയപ്പോഴേക്കും അവിടുത്തെ വൈബ് തന്നെ മാറി. ബാക്കി ക്ലിപ്പ് എന്തായാലും കണ്ടു നോക്കും. ഒരു 10 kg എന്നത് കൂടി ഇടാം എന്നതിൽ തുടങ്ങി അറിയാതെ 170 വരെ എത്തി.